ഐഷിക്ക് ഇഷ്ടമായ ഫുഡോ? എന്താ? ആ എന്തേലുണ്ട്. പക്ഷെ തകർക്കണേണ്, അടിച്ചു വിളിക്കണേണ്. ഓടിയോ? ഞാൻ തകർക്കണേണ്. അടിച്ചു വിളിക്കണേണല്ലേ. വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ അടിപൊളി കിഡിലൻ ഹോട്ടൽ അല്ലേ? എങ്ങനെയുണ്ട്? വിഷമമുണ്ടോ പോവാൻ? എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് ബാക്കി കാണാനുള്ള സ്ഥലങ്ങളെല്ലാം പോയി കണ്ട് അടിച്ചു പൊളിക്കാം. അപ്പോൾ പോവല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ റൂം നമ്മൾ മിസ് ചെയ്യും. അടിപൊളി റൂമായിരുന്നു, എന്താണെങ്കിലും സൂപ്പർ റൂമായിരുന്നു. അപ്പോൾ നമ്മുടെ കാലിഫോർണിയയിലുള്ളവരൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ചെക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുവാണ്. അടിപൊളി ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെയുള്ളവർ, കാലിഫോർണിയയിലുള്ളവർ, ഇവിടെ നിന്നൊരു 40 മൈലുണ്ട്. നമ്മൾ ഡബ്ലിനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 40 മൈല് ഏകദേശമുണ്ട് നമ്മുടെ ഗോൾഡൻ ഗേറ്റിലേക്ക്. പക്ഷേ എന്നാലും ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം ഇവിടെ തന്നെയാണ് താമസിച്ചത്. ഇതാണ് കിച്ചനും കാര്യങ്ങളൊക്കെ, ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ മുമ്പ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറിയിട്ട് നമ്മുടെ യാത്ര തുടരാം. ഇന്നും നമ്മൾ വീണ്ടും ഗോൾഡൻ ഗേറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ പോകണം. കാരണം ഇന്നലെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ യാത്രയിലേക്ക്. യേസ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മറ്റേ 2 കീയും കയ്യിലില്ലേ? ഒരു കീ മോൻ്റെയിലില്ലേ? യേസ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ നമ്മുടെ ട്രിപ്പിലേക്ക്. ഏതാണ് കേട്ടോ, നല്ല അടിപൊളി സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദിവസങ്ങൾ പോയില്ലേ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അല്ലേ? നല്ല തണുപ്പ്, നല്ല നീല ആകാശം, നല്ല വെയിൽ, നല്ല AC കിട്ടും. നമ്മുടെ റൂമിലിരിക്കണ പോലത്തെ തണുപ്പ്. വണ്ടിയിൽ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. എന്താണ്, ഫുഡ് കഴിക്കാൻ പോണോ? ടിഷ്യൂ എടുക്കായിരുന്നല്ലേ? ഡബിൾ ചോക്ലേറ്റ് പോവാല്ലേ? സാൻ ഫ്രാൻസിസ്കോ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രെയിൻ റോഡിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന നോക്കി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മേളിലൂടെയാണ് കേട്ടോ. വാവ്. ഇത് ബസ്സാണോ ട്രെയിനാണോ? നല്ല രസം. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്വിൻ പീക്കിലേക്കാണ് കേട്ടോ. നട്ടുച്ചയാണ് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും ജാക്കറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. കാരണം കാറ്റടിക്കും. നമ്മൾ ട്വിൻ പീക്കിലെത്തി, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്. അങ്ങനെ നമ്മൾ ട്വിൻ പീക്കിൽ വന്ന് ഇറങ്ങിയേക്കാണ്. ഇതാണ് ഈ ഒരു പീക്ക്. നമ്മൾ ഇന്നലെ രാത്രി ഇതിലേക്ക് വന്ന് ഇങ്ങനെ കയറി അവിടം വരെ പോയിട്ട് തിരിച്ചു പോന്നു. കാരണം ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നോടം വരെ ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി അവിടം വരെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നമുക്ക് കുറച്ചുകൂടി മേളിൽ കയറിയിട്ട് കാണാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണട്ടെ നമുക്ക് നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ. നമുക്ക് കയറുമ്പോൾ തന്നെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. കാരണം ഈ നട്ടുച്ചയ്ക്ക് ഇപ്പോൾ സമയം 1 മണിയായി. എന്നിട്ട് നമുക്ക് ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ടോപ്പ് കാണാൻ പറ്റുന്നില്ല. സമ്മറാണ്, ജൂലൈ ആണ്, എന്തല്ലേ. പക്ഷെ നല്ല ക്ലിയറായിട്ട് സിറ്റി കാണാം കേട്ടോ ഈ ഉച്ചയ്ക്ക് വന്നപ്പോൾ.
അടിപൊളിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല, പക്ഷെ സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി അല്ലേ? ഇനിയിപ്പോൾ ഇതേ ആളുകൾ ട്വിൻ പീക്സിൻ്റെ മേളിൽ കയറി നിൽക്കണമെന്ന് കണ്ടു നോക്കി. വാവ്, അവിടെ നിന്നിട്ട് സൂപ്പർ വ്യൂ ഉണ്ടോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കണം കേട്ടോ. ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ടാവും, വണ്ടി കട്ടുകൊണ്ട് പോകാൻ, വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ കക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് പിന്നെ വേറെ രക്ഷയില്ല, പോയേക്കാം. നട്ടുച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ. തണുപ്പ്, ജൂലൈ, സമ്മർ, അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ, കാലിഫോർണിയ സ്റ്റേറ്റിൽ. എന്താണ്! അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് വരിക. സമ്മറാണെന്ന് വിചാരിച്ച് വരരുത്. ആ വ്യൂ ഒന്ന് കണ്ടോ. നിക്കട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയുടെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഡീറ്റെയിൽ ആണ്. ആ മലകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മോന് നല്ലൊരു അടിപൊളി ബൈനോക്കുലർ ആട്ടോ, അത് വെച്ചിട്ട് നോക്കുന്നതാണ്. ഐഷ ഫോട്ടോ എടുക്കുന്നു, റോഷനി ഫോട്ടോ എടുക്കുന്നു. ഒരു രക്ഷയില്ല. ഇനി നമുക്ക് മുകളിലേക്ക് കയറിയാലോ. നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്വിൻ പീക്സ് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നലെ രാത്രി വന്നായിരുന്നു, രാത്രി വന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ രാത്രിയും വരിക, പകലും വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സമയം വരാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോകരുത്. അടിപൊളിയാണ്. നമ്മൾ ദൂരെയൊന്നും അല്ലത് കാണുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മളിത് കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ബ്യൂട്ടിയാണെന്നറിയാം. നമ്മുടെ എല്ലാവരും ഇത്രയും ക്ലോസ് ആയിട്ട് എല്ലാവരുടെ വ്യൂ കാണാനുള്ള വഴിയില്ല. പക്ഷേയൊന്നും ഇങ്ങനെ നിൽക്കുന്നതല്ലാട്ടോ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. അത് ഫോട്ടോ എടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ടും വരാത്തത്. ഒരു കുഞ്ഞ് ക്യാമറാമാൻ ക്യാനൺ ക്യാമറയായിട്ട്. നമ്മൾ ഇത്രയും നേരം നിന്നിരുന്നത് അവിടെ നിന്ന് താഴെയുള്ള ഭാഗത്തായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്വിൻ പീക്സിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് ഇതായി കാണുന്നതാണ്. ഇത് അവിടെ ഒരു പീക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ ട്വിൻ പീക്സ് എന്ന് പറയുന്നത്. ഇതാ ഇതിൻ്റെ മുകളിൽ വരെ വണ്ടികൾ എത്തുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഏതോ റൂട്ടിൽ വരണം. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് വന്നപ്പോൾ താഴെയാണ് കാണിച്ചിരുന്നത്. കണ്ടത് വണ്ടികൾ വന്നിരിക്കുന്നതൊക്കെ. ട്വിൻ പീക്സിൻ്റെ മുകളിലേക്ക് എത്തി. അധികം ഒന്നും നടക്കാനില്ല കേട്ടോ, കുറച്ച് നടക്കാനുള്ളൂ. ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. ട്വിൻ പീക്സിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ഒന്നുകൂടെ നമുക്ക് കാണാം. നമ്മൾ ആദ്യം കണ്ടത് അവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് കണ്ടത്, അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ട്വിൻ പീക്കിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈവനിങ് ഒക്കെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. നമ്മൾ ട്വിൻ പീക്കിൽ രണ്ടാമത്തെ പീക്കിലേക്ക് കയറുന്നുണ്ടോ. ഇതിങ്ങനെ സ്റ്റെപ്പ് വഴി കയറണം. അധികം കയറാനില്ല. അത് അവിടെയാണ് ആളുകൾ നിൽക്കുന്നത്. കയറി പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കയറിപ്പോട്ടോ. യെസ്, അങ്ങനെ ട്വിൻ പീക്കിൻ്റെ മുകളിലേക്ക് നമ്മളെത്തി. ഓ, അവിടെ ഒരു പീക്കുണ്ടല്ലോ. ഇനി അതാണ്. യെസ്, അടിപൊളിയാണ്. ഓ, ഇവിടെ നിൽക്കുമ്പോൾ 360 ഡിഗ്രി വ്യൂ കാണാം. കാണുന്ന പസഫിക് സമുദ്രമാണ്. ഓക്കെ, നമ്മൾ ആദ്യം കയറിയ മലയാണ് ആ കാണുന്നത്. എനിക്കൊന്ന് ട്വിൻ പീക്സ് ശരിക്കും രണ്ടാമത്തെ പീക്ക് അതായിരിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ വരെ എത്തിയില്ലേ? ഇവരിപ്പോൾ എത്തിയുള്ളൂ. ഇവിടെ എത്തിയപ്പോഴും അവിടെ ഒരു കുന്ന് കാണണേ. അതാ ഇതും അതുമായിരിക്കും ട്വിൻ പീക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയാലോ ഇനിയിപ്പോൾ.
യാ ട്വിൻ പീക്ക് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഏത് കയറണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അടിപൊളിയാണ്, സൂപ്പർ. 2 മണിയാവും കേട്ടോ. വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് അബു സലീം എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. യെസ്, അബു സലീം റെസ്റ്റോറൻറ്റ് കൊള്ളാം കേട്ടോ. സൂപ്പർ അറബിക് ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം എത്തി തുടങ്ങി. ടഹീനി സോസ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ ടഹീനി സോസും അതുപോലെ തന്നെ ഈ ടൊമാറ്റോ പിക്കിളാന്ന് തോന്നുന്നു. ചിക്കൻ ഷവർമ പ്ലേറ്റ് വന്നു കേട്ടോ. സൂപ്പർ. Chicken kebab. Yeah, here. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് എത്തി കേട്ടോ. ഒന്നുകൂടെ കാണിച്ച് എങ്ങനെ? അതല്ല ഈശോയുടെ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ അത്ര ഇഷ്ടപ്പെടാറില്ല. ഇവിടുന്ന് നോർവേയുടെ കളിയൊക്കെ കാണുമായിരുന്നു കേട്ടോ. നോർവേ അങ്ങനെ ക്വാർട്ടറിലേക്ക് കയറി, അടിപൊളി. എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞങ്ങൾ ബ്രസീൽ ഫാൻസ് ആയിരുന്നു, പക്ഷേ എന്താ പറയുന്നത്, നോർവേ അടിച്ച് കയറി. നോർവേ ജയിച്ചതിൽ ഭയങ്കര സന്തോഷം. കാരണം നല്ല ഗോളാണ് അവർ ഇവർ 2 എണ്ണം അടിച്ചത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഗോൾഡൻ ഗേറ്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തി. ഇന്നലെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ പറ്റിയില്ല. ശരിക്കും ലൈറ്റായിട്ട് കണ്ടു, പക്ഷെ നിങ്ങളെ കളിക്കാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇത്തിരി നേരത്തെ വന്ന് ഏകദേശം 3 മണി ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ, അവിടെയാണ് കടൽ, അവിടെ നിന്ന് ഇങ്ങനെ മിസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഈ റോട്ടിൽ കൂടെയൊക്കെ വന്നിട്ട് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയി. അവിടെയുണ്ട് സാൻ ഫ്രാൻസിസ്കോ. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. നമുക്കിനി നടന്ന് അങ്ങോട്ടേക്ക് പോവാം. ഇത് പല ഭാഗത്ത് നിന്നിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് നേരെ അങ്ങോട്ട് അതിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഇതിലൊരു സബ്വേ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടെ പോകണം. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കാണാനായിട്ട് നമുക്ക് എന്താ പറയുന്നത്, കട്ട് ചെയ്യാത്ത രീതിയിൽ കുറച്ച് ലൈവ് സൗണ്ടോടുകൂടിയൊക്കെ അധികം സംസാരിക്കാതെ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ഇവിടെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പാർക്കിങ്ങിന് ഇതിൽ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഇവർ ഇവിടുന്ന് ഇങ്ങനെ കടത്തി വിട്ടു. അങ്ങനെ നമ്മൾ പോയിട്ട് പാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിൽ യെസ്, ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു വെൽക്കം സെൻ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് തിരിച്ചു വരുമ്പോൾ പോയി കാണാം. സോറി, ഇവിടെ ഇങ്ങനെ ഒരു കഫേയൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലിങ്ങനെ വന്നു. യെസ്, ഇവിടെ ഒരു അമേരിക്കൻ ഫ്ലാഗൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. യെസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണുന്ന ഒരു ഏരിയ. ആ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കായിരിക്കും കേട്ടോ, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള. എന്തായാലും അതിൻ്റെ കാഴ്ചകൾ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ആ
ട്വിൻ പീക്കിൽ പോയി കണ്ട ബിൽഡിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. സാൻ ഫ്രാൻസിസ്കോ ടൗണാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പലതവണ ട്രാവൽ ചെയ്ത ഓക്ലാൻഡോ നടന്നു പോയ സ്ഥലത്തുണ്ട്. അവിടെ നിന്നുള്ള പാലം കണ്ടു. ഇതാ ഇവിടെ ബോട്ട് റൈഡുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത്തവണ നമ്മൾ ബോട്ട് റൈഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബ്രിഡ്ജ് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരുപാട് സ്ഥലത്തോടെ പോയിട്ട് ഇത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നോക്കി ആളുകൾ പോകുന്നു നോക്കി. ഓ, അതിൻ്റെ അറ്റത്ത് താഴെ വരെയും ആളുകൾ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ബ്രിഡ്ജിൻ്റെ താഴെ നിൽക്കുന്ന കാണാം നമുക്ക്. നോക്കി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. 1936 പണിതത്. നമുക്ക് താഴേക്ക് പോവാം, കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇതിങ്ങനെ ഒരു മ്യൂസിയം പോലെയും ഇതിന് ഫുള്ള് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഇതിൻ്റെ കുറച്ച് ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഒന്ന് കാണാം. യെസ്, ഇവിടെ ഇതൊരു ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നു. ബ്രിഡ്ജ് പണിയണതിന് മുമ്പുള്ളതാണ് കേട്ടോ ഇത് ബ്രിഡ്ജ് പണിതിന് ശേഷമുള്ള 1921 ഇതിൻ്റെ എൻജിനീയറിങ്ങും ഡിസൈനിങ്ങും ഒക്കെ തുടങ്ങി കേട്ടോ. അണ്ടർ വാട്ടറിലൊക്കെ പോയി പണിയെടുക്കുന്നവർ മറ്റേ മൂണിലൊക്കെ പോയി ചെയ്യുന്ന പോലെയാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ പൈലിങ് ചെയ്യുന്നൊക്കെയാണ് 1920-30 സമയത്താണെന്ന് ആലോചിക്കുന്നത്. 1937 കേട്ടോ ഇത് കംപ്ലീറ്റ് ആയത്. ഇന്ന് ഈ ബ്രിഡ്ജിൻ്റെ ടവറൊക്കെ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ടവറായിരുന്നു ബ്രിഡ്ജ് ടവർ. 1930-കളിലൊക്കെ ഇത്രയും വലിയൊരു സാധനം ബ്രിഡ്ജിൻ്റെ പാർട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കാനുള്ള ഫെസിലിറ്റി എവിടെ ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു ഫോം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മിനിയേച്ചർ. നമ്മളിപ്പോൾ അവിടെ നടന്നു വന്ന് ബ്രിഡ്ജിൻ്റെ താഴേക്ക് പോകണം കേട്ടോ. എത്ര വണ്ടികളാണ് പോകുന്നതെന്നൊക്കെ. 1930 പണിത പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന വണ്ടികളാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. എന്താ രസമല്ലേ. ആ പാലത്തിൻ്റെ താഴേക്ക് പോകാനുള്ള ആളുകളുടെ ക്രൗഡാണ് കേട്ടോ. നമ്മൾ മേളിൽ നിന്നാണ് വന്നത്. ഫ്ലാഗൊക്കെ കണ്ടില്ലേ, ഇവിടെ നിന്ന് വരുന്നതാണ്. ഇത്രയും ആളുകൾ താഴേക്ക് പോകാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അധികം വരാൻ പറ്റില്ല കേട്ടോ, ഇവിടം വരെ ഉള്ളു. ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഓക്കെ, പക്ഷേ താഴേക്ക് ആളുകൾ പോയിട്ടുണ്ട്. അവിടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. അത് വേറെ റൂട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു ഫ്ലാഗൊക്കെ വെച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ ബ്രിഡ്ജിലൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം കേട്ടോ. അത് അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ പാലത്തൂടെ നടക്കാം അല്ലേ. ആളുകൾ നടക്കുന്നത് നമുക്ക് കാണാം. സാൻ ഫ്രാൻസിസ്കോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നമ്മളിന്ന് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ്. ഇതാണ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലാണ്, നമ്മൾ റൈറ്റ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ അണ്ടർ പാസ് വഴി വന്ന് ഇവിടെ വന്ന് കയറി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു, ഇതാ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകും. യെസ്, ആ ഒരു ചരിത്രത്തിൻ്റെ പാർട്ടായ പാലത്തിലൂടെ നമ്മൾ നടക്കുന്നു. വാ, അമേസിങ്. ഒരുപാട് നാൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോ വരാൻ വേണ്ടി ടൈമൊക്കെ മാറ്റി വെച്ച് എന്താണ് സ്പെഷ്യലായിട്ട് വരാൻ വേണ്ടി ഇരുന്നത്. നമ്മൾ ഇന്ന് എന്തായാലും ആ രൂപത്തിൽ തന്നെ വന്ന് നമ്മളത് മുതലാക്കി.
അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അവിടെ ആളുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും നമ്മൾ ഇന്നലെ പോയിരുന്നു, അങ്ങോട്ട് രാത്രി പോയിട്ട് താഴെ കൂടി ഒരു വഴിയുണ്ട്, അതിലായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഒരു 3 മണിക്കുള്ളിലായിട്ടൊക്കെ വരണമായിരിക്കും നല്ലത് നിങ്ങൾ വരുവാണെങ്കിൽ. കാരണം 3 മണിക്ക് കഴിഞ്ഞാലും മിക്കപ്പോഴും ഇതുപോലെ ഫോഗാണ്. ജോലിയൊക്കെ കഴിഞ്ഞ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല കാറ്റുമാണ് ഇവിടെ. മ്യൂസിക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. അങ്ങനെ എന്താ പറയുക, ഫുള്ളൊരു എക്സ്പീരിയൻസ് താല്പര്യമുള്ളവർ മൂന്ന് ലൈൻ വണ്ടികൾ അങ്ങോട്ട് പോകുന്നു, 3 ലൈൻ ഇങ്ങോട്ട് വരുന്നു. ഇത്രയും വലിയൊരു ബ്രിഡ്ജാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് താഴേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിച്ചു. ആ വഴി പോയിട്ട് താഴേക്ക് പോകാൻ ശ്രമിച്ചു. ഇവിടെ വന്നപ്പോൾ ബ്ലോക്കായി. പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി കടത്തിവിടില്ല, ആളെ കടത്തിവിടില്ല. ഇവിടം വരെ ഉണ്ട് വന്നത്. പിന്നെ നമ്മൾ ആദ്യം കണ്ട സ്ഥലം. റോഷയൊക്കെ അവിടെ ഫോട്ടോ എടുത്ത് പതുക്കെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു അത്ഭുതമൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ തോന്നുന്നില്ല. നമുക്ക് ആളുകളെ ഒഴിവാക്കി അങ്ങനെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത്ര ശരിക്കുറൊക്കെ ആൾക്കാർ നടന്നു വരികയാണ്. നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരും ഫോട്ടോ എടുക്കാൻ നിൽക്കും. അമേരിക്കൻ ഇപ്പോൾ 1937 ഒരു ബോർഡാണ് കേട്ടോ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആനുവൽ അവാർഡ് ഓഫ് മെറിറ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റീൽ ബിൽഡിംഗ് ക്ലാസ് A 1937. 1937 കൺസ്ട്രക്ഷൻ. അതിൻ്റെ മുകളിലൂടെ നമ്മുടെ കോടമഞ്ഞ് പോകുന്നതാണ്. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇടാതിരിക്കാനായിട്ട് നെറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു എന്താ പറയുന്നത്, ഇതിനെ പിടിച്ച് നിർത്തിയേക്കുന്ന ഒരു ചെയിൻ എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ? നമ്മുടെ നാട്ടിലേക്കൊരു വലിയൊരു വാട്ടർ സപ്ലൈയുടെ പൈപ്പ് പോകുന്ന പൈപ്പിൻ്റെ അത്രയും വണ്ണമാണ് കേട്ടോ.
ഇവിടെ കുറച്ച് ഓപ്പണാണ്. ഇവിടെ നിന്ന് കാണാം കേട്ടോ. അടിപൊളി അല്ലേ? ഇവിടെ ബിൽഡിംഗ് അല്ല, ഈ പാലം കുലുങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എന്നാലും ഇതിങ്ങനെ ആടാതെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വണ്ടികൾ ഇതിലൂടെ പോയിട്ട് ഒരു അത്ഭുതമാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട് കേട്ടോ. നമ്മുടെ നയാഗ്രയിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ പല ബോട്ട് സർവീസുകളുണ്ട്. ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അത്യാവശ്യമുള്ള വീഡിയോസ് എടുത്തിട്ട് പോകാം. വീണ്ടും നമ്മൾ ഈ ഒരു തൂണ് വരെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ താഴെ വരെ നിങ്ങൾ കാണുമ്പോൾ ഇത് അടുത്താന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ എന്ന് പറയണമെങ്കിൽ നല്ല അത്യാവശ്യം നടക്കാനുണ്ട്. തന്നെയല്ല നല്ല തണുപ്പും നല്ല കാറ്റുമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്. എന്നാലും നമുക്കൊരു എക്സ്പീരിയൻസിനും നിങ്ങൾക്ക് കാണുവാനായിട്ടും ഇത് ഇവിടം വരെയും കൂടി വരാമെന്ന് വിചാരിച്ചു. ഈ തൂണിലും ഇവിടെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓഫീസേഴ്സ്, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു പില്ലറിൻ്റെ താഴെ എത്തി. അങ്ങനെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ പില്ലറിൻ്റെ താഴെ വരെ എത്തിയിരിക്കുകയാണ്. യെസ്, ഫുള്ള് മെറ്റലാണ് കേട്ടോ. യെസ്, ഇനി നമുക്ക് രണ്ടാമത്തെ പില്ലറാണ് അവിടെ ഉള്ളത്. അവിടം വരെ പോകാനുള്ള കപ്പാസിറ്റി നമുക്ക് ടൈമും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം തിരിച്ചു പോകാം. യെസ്, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനോട് വിട പറയാൻ സമയമായി. തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി ഏകദേശം. വെൽക്കം സെൻറ്ററിൽ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ കയറുന്നത്. നോ ഈറ്റിംഗ് ഡ്രിങ്ക്. നമുക്ക് ഗോൾഡൻ ഗേറ്റിൻ്റെ യെസ്, അങ്ങനെ നമ്മുടെ നമ്മുടെ നയാഗ്രയുടെ ഓർമ്മയാണ് എപ്പോഴും ഗോൾഡൻ ഗേറ്റ്. ഒന്നുകൂടെ കണ്ടേക്കാം. ബൈ ബൈ ഗോൾഡൻ ഗേറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത് ബേക്കർ ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. എത്താറായിട്ടുണ്ട് ഏകദേശം. യെസ്, നമ്മൾ ബേക്കർ ബീച്ചിലേക്ക് എത്തുന്നു. Then you will arrive at your destination. Okay. This is the Baker Beach. Yeah. Oh, that is so nice. Yeah. നമ്മൾ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്, അതോടെ നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഷൂ ഇട്ടുകൊണ്ട് നടക്കാൻ പാടല്ലേ? ബേക്കർ ബീച്ച്. വാവ്, നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഷൂവിലേക്ക് ഇതാക്കല്ലേ.
ഞാൻ ഷൂവിൻ്റെ ഉള്ളിലും മണൽ പോകാതെ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നല്ല കിഡിലോസ്കി ആയിട്ട് നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാം. യെസ്, ഇവിടെ കാണാം, ഇവിടെ ഇറങ്ങി കുളിക്കാം. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഒരുപാട് ഫാമിലി കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കുളിച്ച് കയറി പോകുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ പല ടൈപ്പ് സീഗൾസ് ഉണ്ട്. സീഗൾസ് അടിപൊളി. ഇതൊരു ബ്യൂട്ടിഫുൾ സംഭവമാണ് കേട്ടോ. എന്താണ് കളിക്കണേ? Don't touch the sand. And then she was like, I'm not gonna let you eat the chocolate cake. And then I was like, I'm gonna touch you with it. ഓക്കെ, നമ്മൾ ഇവിടെ ബേക്കർ ബീച്ചിൽ പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. പെട്ടെന്ന് നമ്മൾ പോകണം കേട്ടോ. യെസ്, ഇവിടെ ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം മതി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാം. കടൽ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നേച്ചർ, നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ പോകുന്നത് വേറെ ഒരു ഏരിയയിലൂടെയാണ്. ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഒരു ഏരിയ. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകാം. നല്ലൊരു കയറ്റം കയറിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ ഡ്രൈവർലെസ് കാറുകളുടെ അതിപ്രസരം കണ്ട് എന്തോരം നോക്കി ലൈനായിട്ട് ഇവർ തന്നെ പോകുന്നത്. കാറ് പാർക്ക് ചെയ്തിട്ട് ലംബാർഡ് സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടീം. യെസ്, ഇവിടുത്തെ ഈ വഴികളൊക്കെ കണ്ടില്ലേ? വണ്ടികൾ വളഞ്ഞ് തിരിഞ്ഞാണ്ടോ വരണേ. ഇതിലേക്ക് പോകണല്ലേ? വണ്ടികൾ അതിൽ പോകും, നമ്മളിതിൽ പോകും. ലംബാർഡ് സ്ട്രീറ്റിൽ എന്താണ് ഇത്ര പ്രത്യേകത? നമ്മൾ ഈ ക്യൂവിൽ നിന്നായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ഇവിടെ എത്തൂലായിരുന്നു. ഇങ്ങോട്ട് വരാനാണ് വണ്ടികളുടെ ക്യൂവിൽ കിടക്കുന്നത്. ചുരത്തിൻ്റെ ചെറിയൊരു മോഡലാണ് കേട്ടോ. നമ്മൾ നല്ല ഇറക്കമാണ് ഇറങ്ങി വരുന്നത്. കണ്ടോ, ടാർ വഴി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവില്ല. നടക്കുന്നൊരു സൈഡിൽ കൂടെ നടക്കും, കാറ് സിഗ്സാഗായിട്ട് പോകും. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വാവ്, അടിപൊളിയായിട്ട്. വാ, നിങ്ങളെന്താ വരാത്തെ? എങ്ങനെയുണ്ട് ലംബാർഡ് സ്ട്രീറ്റ്? ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇവിടെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഓ, വണ്ടികൾ, ഒരുപാട് സ്ട്രീറ്റ്. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. വണ്ടികൾ വരുന്നെങ്കിൽ നല്ല രസം കേട്ടോ. കാറുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന, അത്രയും മേളീന്ന് ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സൂപ്പർ വ്യൂ ആണ്. നേരിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഈ വണ്ടി ഇവിടെ റെൻറ്റിന് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ഇത് കാണാറുണ്ട്. എന്താ ആൾക്കാർ വീഡിയോ എടുക്കുന്നു. കാറുകൾ കുറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ കാർ കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ മേളിൽ നിന്ന് താഴേക്കുള്ള റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലോങ്ങിൽ നമുക്ക് സ്ട്രീറ്റും പിന്നെ ഒരു ഷിപ്പാണ് ദൂരെ പോകുന്ന കാണാൻ പറ്റുന്നത്.
സൂപ്പർ. ഇവിടുത്തെ ആ ഒരു ജനങ്ങളുടെ തിരക്കും എല്ലാം നിങ്ങൾക്ക് കാണാം. ഫ്ലവേഴ്സ് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്താണ്ട് സ്ട്രീറ്റിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. ഫോട്ടോ എടുക്കുന്നുണ്ട്. യെസ്, നമ്മളിനി ഫിഷർമാൻസ് വാർഫിലേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാവർക്കും ചെറിയൊരു ക്ഷീണമുണ്ടല്ലേ ഐഷ? എല്ലാവർക്കും ഒരു ചായ കുടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ക്ഷീണം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലങ്ങൾ കണ്ടു തീർക്കാനായിട്ട്. ഫിഷർമാൻസ് വാർഫിലേക്ക് എത്തി കേട്ടോ. അൽക്കട്രാസ് ഐലൻഡ് ഫിഷർമാൻ വാർഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതൊരു ടൗണിൻ്റെയും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പുരാതനമായ സ്ഥലമുണ്ടല്ലോ, അതാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം പിന്നെ ഇവിടുന്ന് നമ്മുടെ അൽക്കട്രാസ് ഐലൻഡിലേക്കുള്ള ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് അൽക്കട്രാസ് ഐലൻഡാണ്. അവിടെ ഗോൾഡൻ ഗേറ്റ് ബേ ക്രൂയിസ് ഉണ്ട് കേട്ടോ. ഷിപ്പിൻ്റെ പരിപാടിയാണ്. ഇവിടെ നമ്മുടെ ക്രൂയിസ് പോണതിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. റെഡ് ആൻഡ് വൈറ്റ് ഫ്ലീറ്റ്. വ്യൂ അൽക്കട്രാസ്. ഇതാണ് ഈ ഒരു ഫിഷർമാൻ ഗ്രോട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ കാമായിട്ട് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയത്ത് വേണം ഇവിടെ വരാനായിട്ട്. നമ്മൾ ഇപ്പോൾ ഓടി ധൃതി പിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. 1 hour $39. ബുക്കിംഗ് ഓൺലൈനുണ്ട്. ഗോൾഡൻ ഗേറ്റ് ബേ ക്രൂസ് അഡൽട്ട് 39, യൂത്ത് 29, 1 മണിക്കൂറിന്. ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കത് പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് ആ ബോട്ടിംഗ് ഒക്കെ നടത്താം. വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടേക്ക് വരുന്നവരും ആളുകളുടെ ആ ഒരു വൈബ് കൂടി വരികയാണ് കേട്ടോ. പിയർ 39 എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തുവാട്ടെ. ഇവിടെ അടുത്ത ബോട്ടിംഗ് സർവീസാണ് കേട്ടോ. അവരുടെ ബോട്ടുകളാണ് കിടക്കുന്നത്. ഗേറ്റ് 3 ബ്ലൂ ഗോൾഡ് ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട്. പിയർ 39 അങ്ങോട്ടേക്ക് എത്തി നമ്മൾ. ഇന്ന് കളി നടക്കുവാണ് കേട്ടോ. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളി നടക്കുവാണ്. അപ്പോൾ ആ കളി കാണാൻ കൂടി നിൽക്കുന്നവരാണ് ഇവിടെ. റെസ്റ്റോറൻറ്റിലാണ് കളി നടക്കുന്നത്. മെക്സിക്കോ 1, ഇംഗ്ലണ്ട് 2 ഗോൾ അടിച്ചു കേട്ടോ. അടിപൊളി ക്രൗഡിനാണ് ഇങ്ങോട്ടേക്ക്. ഇത് നമ്മുടെ ഇത്രയും ക്രൗഡ് നമുക്ക് ലോസ് ആഞ്ചൽസിൽ സാന്റാമോണിക്ക ഏരിയയിലേക്കാണ് ഇങ്ങനെ വരുന്നത്. ഏകദേശം അതിൻ്റെ മറ്റൊരു രൂപമാണ്. ഇവിടെ ഒരു വുഡൻ പിയർ. ചോക്ലേറ്റ് ഷോപ്പുകൾ. Get them. Must have got close. Shoot it! Oh my god.
ഇതിലെയാണോ പിയറിലേക്ക് കയറി പോകുന്നത്? പോയി നോക്കാം. ഇവിടെ ഫുള്ള് കളി കാണുന്ന ആളുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അത്രയും വലിയ ഒരു ഏരിയയിൽ നിന്ന് കളി കാണാൻ ആദ്യം കേട്ടോ. എല്ലായിടത്തും ആ വേൾഡ് കപ്പ് മയമാണ്. Wow, yeah. അവിടെ ഫുള്ള് ഫുട്ബോൾ തിരക്കിലാണ്. പിയറിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ട് നമ്മൾ പിയർ 39. റോഷനി കുട്ടികളൊക്കെ വന്നില്ല കേട്ടോ. അവർ ടയേർഡായിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണ്. ഞാൻ തന്നെയുള്ളൂ. ഇതാണ് പിയറിൻ്റെ അവസാനം ഉള്ള കാഴ്ചകൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ മെയിനായിട്ട്. ആ കാണുന്നതായിരിക്കും അൽക്കട്രാസ് ഐലൻഡ്. ജയിലൊക്കെ അതായിരിക്കണം. എന്താണെങ്കിലും നമുക്ക് എന്താ പറയുന്നത്, പിന്നീട് ഒരു പ്രാവശ്യം വന്നിട്ട് അതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. പിയറിൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് കാണാം കേട്ടോ. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാം. പിന്നെ ഇവിടെ വന്നുള്ള മെയിൻ ഒരു കാഴ്ചയുണ്ട്, ഇവിടുത്തെ സീലുകളൊക്കെ കാണുന്നത്. നമുക്കതൊന്ന് കാണാം. യെസ്, സീലുകൾ കിടക്കുന്നുണ്ടോ? ഇവിടെ കിടക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കണം എല്ലാവരും. പിയർ കാഴ്ചകൾ നമുക്ക് എക്സൈറ്റിംഗ് എന്ന് പറയാനില്ല കേട്ടോ. കാരണം നമ്മളിവിടെ എവിടെ പോയാലും, അതായത് ലോസ് ആഞ്ചൽസിലാണെങ്കിലും ഇവിടെ പല സിറ്റികളിൽ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ പിയറും ഇങ്ങനത്തെ ബിസിനസ് സംഭവങ്ങളൊക്കെ ഒരു കോമൺ ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല പിയറിൽ വന്നു കഴിഞ്ഞപ്പോൾ. എന്നിരുന്നാലും നമുക്ക് ഇതൊക്കെ കണ്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ സ്ഥലത്തെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും പല കാര്യങ്ങളിലും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞിരിക്കണം, കാണണം. കണ്ടത് ഇഷ്ടമായി, എന്നാലും ഞാൻ ഈ പറയുന്ന പോലെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് പിയർ. ഇപ്പോൾ പോയ ഷോപ്പുകൾ കൂടാതെ ഇതുപോലെയുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ബിസ്ട്രോ, അതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 175ാമത്തെ സെഞ്ച്വറിയാണ് അവരുടെ, അല്ല സോറി 175ാമത്തെ വർഷം ആനിവേഴ്സറി ആണെന്ന്. ഇനി നമ്മൾ പോകുന്നത് ഫെറി ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ഭംഗിക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം. ഇതേ ഒരു ട്രെയിൻ. അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. സൂപ്പർ. എന്താ ഓരോന്നും പറഞ്ഞിട്ടാണ്, ബസ്സാണോ? ടൂറ് ഇവിടുത്തെ സിറ്റി എല്ലാം കാണിക്കുന്ന വണ്ടിയായിരിക്കും ചിലപ്പോൾ അതല്ലേ. അൽക്കട്രാസ് ലാൻഡിങ്, പിയർ 33. ഇവിടെ ഒരുപാട് പിയർ ഉണ്ടോ? നമ്മൾ ആദ്യം കണ്ടത് 39 ആണ്. പിയർ 31.
ഓക്ലൻഡ് ബ്രിഡ്ജ് ഏതാണ് കാണുന്നത്? പേര് മാറിപ്പോവാണ് കേട്ടോ. ആകെ നമുക്ക് ഗോൾഡൻ ഗേറ്റ് മാത്രമേ അറിയുള്ളൂ. ഇവിടെയുള്ള എല്ലാ ബ്രിഡ്ജുകൾക്കും മറ്റേ നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഷേപ്പാണ് കേട്ടോ. എന്താ ഒരു പവറല്ലേ ആ ബ്രിഡ്ജിൻ്റെ. നമ്മൾ ഫെറി ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുവാണ് കേട്ടോ. ഈ ഒരു ബസ് എന്ത് ബസ്സാണ്? എഫ് മാർക്കറ്റ് ഫെറീസ്. നല്ല രസമാട്ടോ, ഒരു ക്യൂട്ട് സംഭവം. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ ഒരു ബസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ട്രെയിനാണോന്ന് വെച്ചാൽ ട്രെയിനല്ല, ബസ്സാണോന്ന് വെച്ചാൽ ബസ്സല്ല, അങ്ങനത്തെ ഒരു സംഭവം. നമ്മുടെ ഓക്ലൻഡ് ബ്രിഡ്ജൊക്കെ റോഡ് നിരപ്പിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. നമുക്ക് സൂപ്പർ ബിൽഡിംഗ്. അങ്ങനെ നമ്മൾ ഫൈനലി ഫെറി ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ സമയം 7:30 അപ്പോഴത്തേക്കും ആളുകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുഡിന്റെ പരിപാടികളാണ് കേട്ടോ മെയിനായിട്ട്. ഫെറി ബിൽഡിംഗ്. ഓക്കെ, നമ്മുടെ മേനകയിലത്തെ GCDയുടെ ബിൽഡിംഗ് പോലെയാണെന്ന് തോന്നുന്നു. ഫെറി ബിൽഡിംഗ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ മെയിൻലി നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലെ. ഓക്ലൻഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ഈ പേരുകൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. വാവ്, നിങ്ങൾ പോയില്ലേ അവിടെ? പോയപ്പോഴേക്കും പുറത്തേക്ക്. സാൻ ഫ്രാൻസിസ്കോയുടെ മുക്കും മൂലയും മരിച്ചു പറക്കാണ് അല്ലേ? സാൻ ഫ്രാൻസിസ്കോയിൽ ഒന്നും നമ്മൾ ഒഴിവാക്കില്ല. പഞ്ചായത്തിലെ ബിൽഡിങ്ങിൽ ഇതേ ഗാന്ധിജിയുടെ ഇതല്ലേ ഇരിക്കുന്നേ? ഇത് ഗാന്ധിജിയുടെ ഇത് പടി. ഓ മൈ ഗോഡ്, അതെന്തായാലും സൂപ്പറായിട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് അത്ര ഇഷ്ടമായില്ലെന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കിട്ടിയൊരു വ്യൂ ആണിത്. പുറേന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ ഗാന്ധിജിയാണെന്നുള്ളത്. നമുക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര സർപ്രൈസായി പോയി. സോ പ്രൗഡ്, ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ മോഹൻദാസ് കെ ഗാന്ധി. എൻ്റെ റബ്ബേ, സൂപ്പർ, proud of you. അമേരിക്കയിൽ വന്നിട്ട് കാലിഫോർണിയയിൽ ഇതുപോലൊരു കാഴ്ച നമ്മളൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അടിപൊളി അല്ലേ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? മോഹൻദാസ് കെ ഗാന്ധി, ഒക്ടോബർ 1869, ജനുവരി 1948. റീബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു ബിൽഡിങ്ങാണ്. ഇവിടെ ക്ലോസ് ചെയ്ത് പോയതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഷോപ്പുകൾ, ബേക്കറി ഒക്കെയാണെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ക്ലോസ് ചെയ്ത് പോയതിലാണ് കാണുന്നത്. ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന സംഭവമായിരിക്കണം. ഉണ്ടല്ലേ, ഇങ്ങോട്ടേക്കുണ്ട്, പിന്നെ ക്ലോസ്ഡ് ആണ്. നമുക്ക് പോവാം. റോഡിന്റെ നടുക്ക് ഒരു വലിയൊരു ശില്പം. ഇനി പോകുന്നത് ചൈന ടൗണിലേക്കാണ്. ഓട്ടോമാറ്റിക് കാറുകൾ ലൈനായിട്ട് കിടക്കുന്നു. നോക്കി, എൻ്റെ പൊന്നോ, ഡ്രൈവർലെസ് കാറുകളാണ് കേട്ടോ റോഡിൽ മൊത്തം. ചൈന ടൗൺ എത്തി നമ്മൾ. എന്താ പറയുന്നത്, 7:30 ആയിട്ട് ഇവിടുത്തെ. അതുകൊണ്ടാണ് ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ ചൈന ടൗൺ നമ്മുടെ അവിടെയുണ്ട്, ലോസ് ആഞ്ചൽസിലുണ്ട്. സോ നമുക്കത് വലിയൊരു പുതുമ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷെ എന്നാലും
എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിലോ, കാരണം ഇവിടെ ആദ്യമായിട്ട് ചൈനക്കാരൊക്കെ വന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ പല കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തിനാണെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തായാലും ഒരുപാട് ലേറ്റായി, ആളുകളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, പെയിൻറ്റഡ് ലേഡീസിലേക്ക് പോകാം. ഈ ചൈന സ്റ്റോണിൻ്റെ അടുത്തായിട്ടത് റോഡിൽ ഇറക്കി വെച്ചിട്ടൊരു ഷോപ്പ് ഇരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ പെയിൻറ്റഡ് ലേഡീസിലേക്ക് പോയി. ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഇനി ഇവിടെ നിന്ന്? 14 മിനിറ്റ്സ് ഉള്ളൂ. ഓക്കെ, ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനായ പെയിൻറ്റഡ് ലേഡീസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റഡ് ലേഡീസ് എന്താണെന്ന് നമുക്ക് കാണാം. പെയിൻറ്റഡ് ലേഡീസ് എന്താണെന്നുള്ള വ്യക്തമായൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പെയിൻറ്റഡ് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു വിക്ടോറിയൻ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കുറച്ച് കളർഫുള്ളായിട്ടുള്ള വീടുകളുടെ ഒരു ഏരിയയാണത്. ഈ കാണുന്ന വീടുകളാണത് പെയിൻറ്റഡ് ലേഡീസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നിന്ന് കാണേണ്ടത് ഈ പാർക്കിൽ നിന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം, ഇവിടം വരെ വന്നതല്ലേ. എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ ഒരു ബ്യൂട്ടി അടിപൊളിയാണ്. കുട്ടികൾ മാറിയാണൊക്കെ മൊത്തത്തിൽ എന്താ പറയുക, സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ബ്യൂട്ടി അടിപൊളിയാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഈ പെയിൻറ്റഡ് ലേഡീസ് എന്ന് അറിയപ്പെടുന്നത്. പെയിൻറ്റഡ് ലേഡീസും കണ്ട് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിലെ 2-3 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സാൻ ഫ്രാൻസിസ്കോ വന്ന് കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് കണ്ടോ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കണ്ടതൊക്കെയാണ് ഏറ്റവും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവസാനമായപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് റിപ്പീറ്റേഷൻ തോന്നി. കാരണം നമ്മൾ ലോസ് ആഞ്ചൽസിലൊക്കെ ഉള്ളത് സംഭവങ്ങളായതുകൊണ്ട്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ കിടലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.